എന്റെ പെങ്ങളുടെ ജീവിതം നീ നശിപ്പിച്ചു. എന്നിട്ട് നിനക്ക് മതിയായില്ലേ? ഇനിയും നീ എന്റെ പെങ്ങളെ തല്ലിയ നിന്റെ കൈ രണ്ടും വിട്ടു ഞാൻ. മതിയടാ, നിർത്ത്. രണ്ടും കൂടി എന്തിനുള്ള പുറപ്പാടാ? ഈ വീട്ടില് ഇനി എന്തോ ആവാന്നായോ? തിരിച്ചതല്ല, അറിയാഞ്ഞിട്ടല്ല. പുറത്തറിഞ്ഞ അത് ഞാനും നീ തമ്മിലുള്ള വൈരാഗ്യമായിട്ടല്ല. അലക്സാണ്ടർ പേട്ടയുടെ മരണത്തോടെ ഈ വീടിന്റെ അധപതനം തുടങ്ങിയെന്ന് ആൾക്കാർ പറയും. അത് കേൾപ്പിക്കണ്ടെന്ന് വെച്ചിട്ടാ. അവൻ പറഞ്ഞു കേട്ടില്ലേടാ? അത്രയെങ്കിലും ബോധം നിനക്കുണ്ടായോ ഈ കുടുംബത്തെ കുറിച്ച്? എന്തുപറ്റി? സ്വപ്നം കണ്ടോ? സുഖേട്ടൻ എന്തുപറ്റി? സുഖേട്ടൻ എന്തോ പറ്റിയിട്ടുണ്ട്. വെറുതെ ഭ്രാന്ത് പറയാതെ കല്യാണി. എന്തോ സ്വപ്നം കണ്ടതാ, അല്ലാതെ അല്ല. എന്തോ പറ്റിയിട്ടുണ്ട് സുഖേട്ടന്. പറ്റിയിട്ടുണ്ടേ തന്നെ നമുക്കെന്താ? എനിക്ക് സുഖേട്ടനെന്ന് കാണണം. എന്നാ വേഗം റെഡിയാവ്. സുഖേട്ടൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് അവിടെ വരെ പോയി കാണാം. വാ. അല്ല, അത് നമുക്ക് പിന്നെ കാണാം. എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ടിട്ട് എന്താ കാര്യം? നമുക്കിപ്പൊ തന്നെ കാണാം. വേഗം റെഡിയാവ്. വേണ്ട, എനിക്ക് ആ ശബ്ദം ഒന്ന് കേട്ടാ മതി. ഇനി കുറച്ചു കഴിയുമ്പോ പറയോ സുഖേട്ടന്റെ ഒരു ഫോട്ടോ എങ്കിലും കണ്ടാ മതിയായിരുന്നു. ഗ്രീഷ്മ പ്ലീസ് ഒന്ന് വിളിക്കൂ സുഖേട്ടനെ. അതിന് എനിക്കല്ലല്ലോ ശബ്ദം കേൾക്കേണ്ടത്. കേൾക്കേണ്ടവര് തന്നെ അങ്ങ് വിളിച്ചാ മതി. ഇവിടെ ആരുമില്ല ഈ ഫോൺ എടുക്കാൻ. ഹലോ ആ
ഹലോ ഹലോ എന്താ കിട്ടിയില്ലേ? ഹോ, ഇപ്പൊ സമാധാനായില്ലേ? എന്തായാലും രാവിലെ ഒരു സ്വപ്നം കണ്ട നന്നായി. അതുകൊണ്ട് അത്യാവശ്യം പിണക്കൊക്കെ അങ്ങ് മാറി കിട്ടിയില്ലേ? ഇനി ഒരു സ്വപ്നം കൂടി കണ്ട എല്ലാം ശുഭം. വിളിച്ചപ്പോ കക്ഷി എന്താ പറഞ്ഞേ? എന്റെ പൊന്നു കല്യാണി, എനിക്ക് നിന്നോടൊരു പിണക്കമില്ല. ഞാനും കാത്തിരിക്കായിരുന്നു ഈ സ്വരം ഒന്ന് കേൾക്കാൻ. നീ വിളിച്ചല്ലോ, നന്നായി. ഇനി നമുക്കൊന്നാവാം എന്നൊക്കെയാ. പിന്നെ ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ലേ? അത് കള്ളം. അല്ല, പറഞ്ഞില്ല. പിന്നെന്താ, മൗനസമ്മതമായിരുന്നോ? അതിന് വിളിച്ചത് ഞാനാണെന്ന് അറിഞ്ഞാലല്ലേ. അതെന്താ, കല്യാണി ഒന്നും അങ്ങോട്ട് പറഞ്ഞില്ലേ? ഇല്ല. കൊള്ളാം. പിന്നെ എന്തിനാ ചാടി ഇറങ്ങിയൊന്ന് വിളിച്ചേ? ഇത്രയൊക്കെ തോന്നിയ ആൾക്ക് എന്തെങ്കിലും പറയൂ കൂടി ചെയ്യായിരുന്നു. കെട്ടിമുറുക്കി കൊണ്ടു നടക്കുന്ന ഈ പിണക്കം ചിലപ്പോ ഇന്നത്തോടെ അങ്ങ് തീർന്നേനെ. ഇണങ്ങാൻ കഴിയുമെങ്കിലല്ലേ പിണക്കം തീർക്കേണ്ട കാര്യമുള്ളൂ. എനിക്കതിന് കഴിയില്ല. അതെന്തുകൊണ്ടാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഒരു ഭാര്യയോട് ഭർത്താവിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ക്രൂരതയാ അയാൾ എന്നോട് ചെയ്തത്. ഒരു പെണ്ണ് ഏറ്റവും അപമാനിക്കപ്പെടുന്നത് സ്വന്തം ഭർത്താവ് അവളെ തള്ളി പറയുമ്പോഴാ. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അയാളുടേതല്ലെന്ന് പറഞ്ഞപ്പോ അത് എനിക്ക് സഹിക്കാവുന്നതിലധികം. അങ്ങനെ ഒരാളോടാണോ ഞാൻ ഇനി ഇണങ്ങി ജീവിക്കേണ്ടത്? അയാളെയാണോ ഞാൻ ഇനി സ്നേഹിക്കേണ്ടത്? ഇല്ല ഗ്രീഷ്മ, എനിക്കതിന് കഴിയില്ല, ഒരിക്കലും. എന്നിട്ടാണോ ഒരു സ്വപ്നം കണ്ട് പേടിച്ചൊന്നും പറഞ്ഞ് ആ സ്വരമെങ്കിലും ഒന്ന് കേൾക്കാൻ വേണ്ടി വിളിച്ചത്? ഇണങ്ങാനും സ്നേഹിക്കാനും കഴിയില്ലാന്ന് ഉറപ്പുള്ള ഒരാളെ എന്തിനിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു? അയാളെക്കുറിച്ച് എന്തിനിത്ര വേവലാതിപ്പെടണം? അത് ഒന്നുമില്ലെങ്കിലും അയാൾ എന്റെ കഴുത്തിൽ താലിയെട്ടി പോയില്ലേ? മറ്റുള്ളവരുടെ കണ്ണിലെങ്കിലും അയാൾ എന്റെ ഭർത്താവായി പോയില്ലേ? കള്ളം പറയാൻ അറിയില്ല കല്യാണിക്ക്. കണ്ടില്ലേ മുഖമാകെ. കള്ളവല്ല, സത്യ ഞാൻ ഈ പറഞ്ഞത്. എങ്കിൽ മനസ്സിനുള്ളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്ക്. തന്റെ കഴുത്തിൽ താലി കെട്ടിയ, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ ഇപ്പോഴും താൻ കൊതിക്കുന്ന, തന്റേത് മാത്രം ഒന്ന് താൻ വിശ്വസിക്കുന്ന അയാളുടെ മുഖം ഒട്ടും മങ്ങലേൽക്കാതെ ആ മുഖം ഇപ്പോഴും അവിടെ തന്നെ തെളിഞ്ഞു നിൽപ്പില്ലേ? പിന്നെ എന്തിനാ ഇങ്ങനൊരു മുഖം മൂടി? എനിക്കറിയാം, കല്യാണിക്ക് ഇപ്പോഴും അയാളെ ഇഷ്ടാ, ഒരുപാട് ഇഷ്ടാ. അതൊക്കെ മറച്ചു വെക്കാൻ എത്ര മുഖംമൂടിയാണ് ഞാൻ അഭിനയിച്ചാലും അതിങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരുവുള്ളൂ. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. എനിക്കറിയാം, കല്യാണിക്ക് ഇപ്പോഴും അയാളെ ഇഷ്ടാ, ഒരുപാട് ഇഷ്ടാ. അതൊക്കെ മറച്ചു വെക്കാൻ എത്ര മുഖംമൂടിയാണ് ഞാൻ അഭിനയിച്ചാലും അതിങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരുവുള്ളൂ. രേഷ്മയ്ക്ക് എന്നെ മനസ്സിലാവഞ്ഞിട്ട് അങ്ങനെ തോന്നുന്നു. എനിക്കിഷ്ടല്ല അയാളെ. എനിക്കിനി അയാളെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല. വേണ്ട, അയാൾ എനിക്കിനി വേണ്ട. എന്താ സുഖേട്ടാ ഇത്? രാവിലെ തന്നെ തുടങ്ങിയോ?
സമയം മുഹൂർത്തം നോക്കിയാണ് മദ്യപിക്കുന്നത്. ആരെ തോൽപ്പിക്കാനാ സുഖേട്ട? എന്നെയോ? അതിനാണെങ്കിൽ ഇങ്ങനെ കുടിച്ചു കൂട്ടണമെന്നില്ല. അതുകൊണ്ട് സുഖേട്ടന്റെ ആരോഗ്യം നശിക്കുകയുള്ളൂ. ഞാനാണല്ലോ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി. എന്താ സംശയം? സത്യമല്ലേ? എങ്കിൽ പറ, എന്ത് തെറ്റാ ഞാൻ നിങ്ങളോടൊക്കെ ചെയ്തത്? വിവാഹത്തിന്റെ അന്ന് മുതൽ ഇന്നോളം സുഹേടനെ ഞാൻ എന്റെ ഭർത്താവായിട്ട് കണ്ടിട്ടില്ല, സ്നേഹിച്ചിട്ടില്ല. പകരം ചെയ്യാൻ കഴിയുന്നതിൽ കൂടുതൽ ദ്രോഹങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു. പറയും, ഇതിനൊക്കെ ഞാൻ എന്ത് പ്രായശ്ചിത്തം ചെയ്യേണ്ടത്? ചെയ്യാം. പക്ഷേ സുഖമായിട്ട് ഇങ്ങനെ കുടിച്ച് നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതമൊക്കെ ആർക്ക് വേണം? കുടിച്ചു നശിക്കണോ കുടിക്കാതെ നശിക്കണോന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇല്ല, ഇന്നത്തോടെ നിർത്തണ സുഖമായിട്ട് ഇതല്ല. ഇനി ഇതൊന്നും ഇവിടെ വേണ്ട. കല്യാണി, അവിടെ നിൽക്കാൻ നിന്നോടാ പറഞ്ഞ. ഇങ്ങോട്ട് തരാം. ഇല്ല, ഞാൻ തരില്ല. ഞാൻ സമ്മതിക്കില്ല. വിട്. വേണ്ട സുഖമായിട്ട്. സുഖേട്ടാ, ഉം. ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നാ. ആ, ഇന്ന് അടയ്ക്കണം. അടച്ചോ? ഞാൻ പറഞ്ഞോ വേണ്ടാന്ന്? അല്ല, അതിനുള്ള കാശ്. ആ, കാശില്ലേ അടയ്ക്കണ്ട. സുഖേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഫീസ് അടിച്ചില്ലെങ്കിൽ എന്നെ പരീക്ഷ എഴുതിക്കില്ല. എഴുതിച്ചില്ലെങ്കിൽ എഴുതണ്ട. പഠിച്ച് പാസ്സായിട്ട് നീ ഇപ്പൊ വലിയ കളക്ടറൊന്നും ആവാൻ നിൽക്കണ്ട. തോന്നുമ്പോ പൈസ എന്ന് പറഞ്ഞാ ഞാനത് എവിടെ നിന്ന് എടുത്തു തരും? നീയല്ലാതെ പിന്നെ ആര് കൊടുക്കും? അതോ ഞാനിനി പിച്ചച്ചട്ടിയിട്ട് ഇറങ്ങണോ? ചോദിക്കുമ്പോഴൊക്കെ എടുത്തു കൊടുക്കാൻ എന്റെ കയ്യിൽ കാശുണ്ടാവണ്ടേ? കള്ള് കുടിച്ചു കളയാൻ നിന്റെ കയ്യിൽ കാശുണ്ട്. കൊച്ചിന് ഫീസ് അടയ്ക്കാനോ വീട്ടിൽ അരി മേടിക്കാനോ കാശില്ല. അതെ, അതുകൊണ്ട് ഇവിടെ എല്ലാവരും അരി മേടിക്കാതെ പട്ടിണി അടക്കല്ലേ. എല്ലാറ്റിനും തീറ്റി പോറ്റും വേണം. അതിന് നന്ദി തൊട്ടില്ല താനും. അവനവന്റെ കടമ ചെയ്യുന്നതിന് ആരോടും നന്ദിയുടെ കണക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ വീട്ടിലെ കാര്യങ്ങള് നീയല്ലാതെ പിന്നെ ആരാ നോക്കേണ്ടത്? ഇപ്പോഴാണെങ്കിൽ പെണ്ണിന്റെയും പിടക്കുകളുടെയും കാര്യം അന്വേഷിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നീ വീട്ടുകാര്യങ്ങൾ നോക്കാത്തതിലെ എനിക്ക് വിഷമം. അല്ലാതെ എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയാൽ നമുക്ക് വിഷമമൊന്നുമില്ല. എപ്പോഴും സ്വന്തം കാര്യം മാത്രം നോക്കിക്കോണം. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആർക്കും അറിയണ്ടല്ലോ. നീ ഈ പറയുന്നത് കേട്ടാ തോന്നും ഞങ്ങളാ നിന്റെ പെമ്പർനോത്തി ഇവിടുന്ന് ഇറക്കി വിട്ടതെന്ന്. നീ തന്നെ എല്ലാം ചെയ്യുകയും ചെയ്യും, ചീത്ത ഞങ്ങൾക്കും. ഒടുവിൽ എല്ലാം എന്റെ തലയിൽ തന്നെ വെച്ചോണം. താങ്ങാം, താങ്ങിയല്ലേ പറ്റൂ. അവസാനം എന്റെ ശവം കാണുമ്പോഴേ നിങ്ങൾക്ക് സമാധാനാവൂ. എടാ, ഏട്ടാ ഫീസ്. ഫീസ് അടക്കാനുള്ള പൈസ അമ്മ എവിടുന്നെങ്കിലും വാങ്ങിത്തരാം. വൈകിട്ട് ആ ഫാത്തിമ താത്തയോടും ചോദിച്ചു നോക്കട്ടെ. ഇന്ന് ഒരു ദിവസം കൂടി ക്ഷമിക്കാൻ ടീച്ചറോടൊന്ന് പറ. നിങ്ങളുടെ സുഖമായിട്ടിന് ഇത് എന്ത് പറ്റിയടി? എന്തു പറ്റി? ആ, അത് തന്നെ ഞാനും ചോദിക്കുന്നത്. കുറച്ചു നാളായിട്ട് എന്താ അവന് പറ്റിയെന്ന്. അവന്റെ മട്ടും ഭാവമൊക്കെ ആകെ മാറിയിട്ടുണ്ട്. എന്ത് ചോദിച്ചാലും പറഞ്ഞാലും ദേഷ്യം അരിശോ. പേടിയാവുക അവന്റെ അടുത്തേക്ക് പോവാൻ തന്നെ. എന്തായിരുന്നു അപ്പുറത്തൊരു ഒച്ചയും ബഹളവും? പാവം സുരഭിമോള് അതിന്റെ ഫീസ് ചോദിക്കാൻ ചെന്നത് അവന്റെ അടുത്തേക്ക്. കാശില്ലെങ്കിൽ പറഞ്ഞാ പോരെ, അതിന്റെ മേക്കെട്ട് കയറണോ? പാവം അത് പേടിച്ചു. എന്തോ ബാധ കയറിയതുപോലെ അവന്റെ ഇപ്പോഴത്തെ പെരുമാറ്റം. പിന്നെ ബാധയും ഭൂതവും. അമ്മ ആലോചിച്ചിട്ടുണ്ടോ എന്നു മുതലാ സുഖേട്ടന്റെ സ്വഭാവം ഇങ്ങനെ മാറാൻ തുടങ്ങിയെന്ന്? എന്നു മുതലാ? സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. അമ്മ ആലോചിച്ചിട്ടുണ്ടോ എന്നു മുതലാ സുഖേട്ടന്റെ സ്വഭാവം ഇങ്ങനെ മാറാൻ തുടങ്ങിയെന്ന്? എന്നു മുതലാ? ചേച്ചി പോയതി പിന്നെയാ. കൊണ്ടുവിടേണ്ടിയില്ലായിരുന്നെന്ന് തോന്നുന്നുണ്ടാവും പാവത്തിന്. അതിന്റെ വിഷമാവും ഇങ്ങനെ ദേഷ്യമായും അരിശമായിട്ടും ഒക്കെ കാണിക്കുന്നത്. നീ പോടി അവിടുന്ന്. വിഷമം കൊണ്ടുവിട്ടെങ്കിലേ അത് അവളുടെ കയ്യിലിരിപ്പുണ്ടാ. അതിന് വിഷമിക്കാൻ എന്തിരിക്കുന്നു? അമ്മയ്ക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയോ ചേച്ചിയുടെ കയ്യിലിരിപ്പ് മോശമായതുകൊണ്ടാ ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന്? എന്താ നിനക്കിപ്പോ ഇത്ര സംശയം?
അവൾ ഒറ്റ ഒരുത്തി തന്നെ ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ചേച്ചി നമുക്കല്ല, നമ്മൾ ചേച്ചിക്കാ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇപ്പൊ കണ്ടില്ലേ, എല്ലാരും ചേർന്ന് ആ പാവത്തിനെ. മതി നിന്റെ വക്കാലത്ത്. പാവാത്രേ. എടി പാവായിട്ട കെട്ടിയാൻ പോലും അറിയാതെ വയറ്റൊരു കൊച്ചുണ്ടായത്. ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. അമ്മ ഇനി ഇതിൽ കൂടുതൽ എന്താ പറയാനുള്ളത്? ദേ ഒരു വീക്ക് വെച്ചേരും ഞാൻ. എനിക്കറിയാം നീ എന്നും അവളുടെ സൈഡാ. ഇനി ആ സ്വഭാവം കൂടി പഠിച്ചു വെച്ചോ. എന്തിനാ അതായിട്ട് കുറയ്ക്കുന്നത്? ഞാൻ പോവാ. സരസ്വതി, അല്ല മോൾ ഇന്ന് താമസിച്ചു പോയോ? ആ കുറച്ച്. സുഖു പോയോ? പോയി. അവൻ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഏട്ടൻ വരുന്ന വഴിക്കൊന്നും കണ്ടില്ലേ? ഇല്ല, ഞാൻ കണ്ടില്ല. ഒന്നോർത്ത കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതെന്താ സരസ്വതി? പഴയ ആ സുഖമൊന്നും അല്ല അവനിപ്പോ. വല്ലാത്തൊരു മാറ്റാ. പക്ഷെ ഞാൻ കേട്ടത് വല്ലാത്തതല്ല, നല്ലൊരു മാറ്റമാന്നാ. അതെ അതെ, വളരെ നല്ല മാറ്റാ. ഞാനും എന്റെ പിള്ളേരും അനുഭവിക്കുന്നതല്ലേ. അതല്ല സരസ്വതി, നമ്മൾ ആരെങ്കിലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചോ അവനവന്റെ വെള്ളവടി ശീലം നിർത്തുമെന്ന്? പക്ഷെ അവൻ നിർത്തി. അതിനെ കാക്ക മലർന്ന് പറക്കണം. മലർന്നും കമഴ്ന്നും ഒന്നും പറക്കണ്ട, അല്ലാതെ തന്നെ നിർത്തി. നമ്മുടെ വടക്കേലെ ജോയിച്ചൻ സുഖുവിന്റെ ഓഫീസിലല്ലേ ജോലി ചെയ്യുന്നേ, അവനാ പറഞ്ഞത്. കുറച്ചു ദിവസമായിട്ട് സുഖു മദ്യം തൊടുന്നേയില്ലെന്ന്. അവനൊക്കെ ആയിരുന്നല്ലോ കമ്പനി. എനിക്ക് തോന്നണില്ല അവനത് അത്ര പെട്ടെന്ന് നിർത്താൻ പറ്റുമെന്ന്. അല്ലടി, ശരിക്കും നിർത്തി. അപ്പൊ ആ എരണം കെട്ടവൾ ഇവിടുന്ന് പടിയിറങ്ങിയപ്പോ അവൻ നന്നാവാനും തുടങ്ങി. നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല സരസ്വതി, അവന് നല്ല വിഷമമുണ്ട്. എല്ലാരും കൂടെ പറഞ്ഞു പറഞ്ഞ് ചാടേ കയറ്റിയപ്പോ അവൻ ആ കടുങ്കൈ ചെയ്തു പോയി. എന്ത് കടുങ്കൈ ചെയ്തു? കല്യാണിയെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടില്ലേ അവൻ. നമ്മളൊക്കെ കൂടെ പറഞ്ഞു പറഞ്ഞ ആ പാപത്തിനോട് സുഖം അത് ചെയ്തത്. എപ്പ തുടങ്ങി ഏട്ടൻ അവളോടൊരു സ്നേഹം? സ്നേഹത്തെക്കാൾ എനിക്കിപ്പോ സഹതാപമാ തോന്നണേ. ഒരു തെറ്റും ചെയ്യാതെ ആ കുട്ടി ഈ കണ്ട പഴി മുഴുവനും കേട്ടത്. ഒടുവിൽ എല്ലാരും കൂടെ ചേർന്ന് അതിന്റെ ജീവിതവും തകർത്തു. ദേ ഏട്ടാ, രാവിലെ തന്നെ അവളെയും പൊക്കി പിടിച്ചോണ്ട് വരല്ലേ. എനിക്കറിയാം അവളെ. കള്ളിയാ, പഠിച്ച കള്ളി. കക്കാനും അറിയാം, നിക്കാനും അറിയാം. പക്ഷേ അത് ഇവിടെ നടന്നില്ല. അതല്ലേ ഇവിടെ ഇറങ്ങേണ്ടി വന്നത്. ഇനി അവിടെ നിൽക്കട്ടെ. ഇവിടെ ആർക്കും അവളുടെ പണവും വേണ്ട, സ്വത്തും വേണ്ട. ഓ, എന്റെ മോനിത്തിരി മനസമാധാനം കിട്ടിയാ മതിയായിരുന്നു. നിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന എന്നെ വേണം തല്ലാൻ. ഞാൻ ഇറങ്ങാം. ഏട്ടാ, 2 ഇഡ്ഡലി കഴിച്ചിട്ട് പോവാ. വീട്ടിൽ നിന്ന് പഴങ്കഞ്ഞി കുടിച്ചിട്ടാ ഇറങ്ങിയത്. നമ്മുടെ രവീന്ദ്രൻ നായരുടെ മോക്ക് ഞാനല്ലേ പയ്യനെ കൊടുത്തത്. അതിന്റെ കാശ് ബാക്കി കുറച്ച് കിട്ടാനുണ്ടായിരുന്നു. അതിന് ഈ വഴി പോയപ്പോ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ചെന്നിട്ട് കാശും കിട്ടിയില്ല. ചില്ലറ വല്ലതും ഉണ്ടെങ്കിൽ ഒരു 10 രൂപ ഇങ്ങെടുത്തേ. എന്റെ കൈ കാശില്ല. ഇത്ര നേരം പുകഴ്ത്തിക്കൊണ്ടിരുന്നില്ലേ ഒരുത്തിയെ? അവളോട് പോയി ചോദിക്കേ. എന്തായി, കഴിഞ്ഞില്ലേ പരീക്ഷണം? ആയി വരുന്നു. എന്തായാലും ഒരു പ്രോഡക്റ്റ് ഉറപ്പാ. വായിൽ വെക്കാൻ കൊള്ളുമെന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. പ്രശ്നം അതൊന്നുമല്ല. ഇതിനൊന്ന് മാമോദിസ മുക്കി ഒരു പേരിടണം. ആഹാ, അപ്പൊ പേരൊന്നും ഇല്ലാത്തതാണോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? പിന്നല്ലാതെ, ഇതെന്റെ സ്വന്തം തലയിൽ ഉദിച്ച ആശയമല്ലേ. അപ്പൊ പിന്നെ ഞാൻ തന്നെ പേര് വിടണ്ടേ, എന്നിട്ട് വേണ്ടേ പേറ്റന്റ് പിടിക്കാൻ. കൊള്ളാം. എന്തായാലും ആർക്കും ദഹിക്കാത്തൊരു പേരാവണം. ഇത് കഴിച്ചാൽ ചിലപ്പോ ദഹിച്ചൂന്നിരിക്കില്ല, പക്ഷേ ഇതിന്റെ പേര് ദഹിക്കരുത്. അമ്മാതിരി ഒരു യുട്ടോപ്യൻ പേരാവണം. എന്നാ മാത്രമേ ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റൂ. ഗതി കെട്ടാ ഡിക്ഷണറിയിൽ ഒന്ന് തപ്പാം. മതി മതി തപ്പിയത്. ഒന്നിങ്ങോട്ട് മാറിയേ. ഏത് നേരം ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ തവി ഇങ്ങോട്ട് താ, ഞാൻ ശരിയാക്കാം. വേണ്ട, ഈ കേസിൽ ശാരദാമ്മ ഇടപെടണ്ട. ഇതേ കേസ് ക്രിമിനലാ. തുടങ്ങി. എപ്പ ഞാൻ വന്നാലും ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ് എന്നെ അങ്ങ് മാറ്റി നിർത്തും. ആരെങ്കിലും കണ്ട എന്താ വിചാരിക്കുക? വീട്ടിലൊരാൾ താമസത്തിന് വന്നിട്ട് അതിനെക്കൊണ്ട് ഇതാ അടുക്കളപ്പണി ചെയ്യിപ്പിക്കുന്നല്ലേ വിചാരിച്ചോട്ടെ. ആരെങ്കിലും അങ്ങനെ ചോദിച്ചാ പറഞ്ഞേക്ക് അടുക്കളപ്പണിക്ക് തന്നെയാ ഞാൻ വന്നേക്കണേന്ന്. വേണ്ട മോളെ, എനിക്കിത് കാണുമ്പോ എന്തോ വല്ലാത്തൊരു വിഷമോ തോന്നണേ. മോളിങ്ങനെ ഈ പണിയൊക്കെ ചെയ്ത് അതിനെന്തിനാ വിഷമിക്കണ്? നട്ടുച്ച നേരത്ത് നടു റോഡിൽ നിന്ന് കല്ലും കട്ടയും പെറുക്കുന്ന പണിയൊന്നും അല്ലല്ലോ ഞാൻ ചെയ്യുന്നേ. ചെറിയ രീതിയിൽ ചില പാചക പരീക്ഷണം. എന്ത് ചെയ്യാം, ഇതെന്റെ ഒരു ഹോബി ആയി പോയില്ലേ. എന്ത് പറഞ്ഞിട്ടെന്താ, വന്ന് എനിക്കിപ്പോ അടുക്കള കയറാനേ പറ്റാതെ ആയി.
അത് നല്ലതല്ലേ അമ്മേ? അങ്ങനെയെങ്കിലും കുറച്ച് റെസ്റ്റ് എടുക്കാമല്ലോ. കുറഞ്ഞത് ഗ്രീഷ്മ പോകുന്നത് വരെയെങ്കിലും. അതെ, ചുമ്മാ റെസ്റ്റ് എടുക്കണ്ട. കഴിഞ്ഞകാല സംഭവങ്ങളൊക്കെ ഓർത്തോർത്ത് അങ്ങനെ മെല്ലെ മെല്ലെ അയവിറക്കി അതൊരു സുഖമല്ലേ? ഇവിടെ ചിലരൊക്കെ ഇപ്പോ ആ സുഖം അനുഭവിച്ചോണ്ടിരിക്കുക. ഗ്രീഷ്മ വേണ്ട. ദാ ഇപ്പൊ മനസ്സിലായില്ലേ ആളാരാണെന്ന്? കുറേശ്ശെ അലിഞ്ഞു തുടങ്ങി ശാരദാമ്മേ ഇയാളുടെ മനസ്സ്. സുഖം എന്നൊരു പേര് കേട്ട ചെകുത്താൻ കുരിശു കാണുന്ന പോലെ ആയിരുന്നില്ലേ മുഖഭാവം? ഇപ്പൊ അതൊക്കെ മാറി തുടങ്ങി. എന്ന് പറഞ്ഞ സുഖുവേട്ടന്റെ ശബ്ദം കേൾക്കണം, സുഖുവേട്ടനെ കാണണം എന്ന് വരെയൊക്കെ ആയി. ഞാൻ ആരെയും കാണണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കാരെയും കാണാൻ വേണ്ട, സംസാരിക്കാൻ വേണ്ട.